ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണ്. രാവിലെ ഒരു അല്പം തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളിലേക്ക് ആക്കാം. പുട്ടും കടലക്കറിയുമാണ്. അവർ രണ്ടുപേരും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു. പഴം ഒക്കെ ചേർത്തൊക്കെ കഴിച്ചു. എനിക്ക് ഇതുള്ളതുകൊണ്ട് പുട്ട് ഫ്രിഡ്ജിൽ ഇരുന്നതാണ്, ഇന്ന് രാവിലെ ഉണ്ടാക്കിയില്ല. നേരത്തെ ചാറും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ പുട്ടും കടലക്കറി അപ്പം കഴിക്കാം. അപ്പോൾ അത് കഴിക്കട്ടെ. കൂടെ കട്ടൻ കാപ്പിയുണ്ട്, നല്ല ലൈറ്റായിട്ടുള്ള കാപ്പിയുണ്ട്. രാവിലെ ഒരു പാൽ കാപ്പി കുടിച്ചു. ഇപ്പം ഇത് മതി. ശരി, ഇപ്പം ഞാൻ കഴിക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ സമയം ഇപ്പോൾ 10 മണിയായി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെയും കഴിച്ചില്ല. രാവിലെ അല്പം ബന്ധപ്പാടായിരുന്നു. നാളെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയ ക്രമീകരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചിക്കന്, ബീഫ് ഇതൊക്കെ കൊണ്ടുവന്നു. അതെല്ലാം ക്ലീനാക്കി മസാലകളൊക്കെ പുരട്ടി ഓരോന്നോരോന്നായിട്ട് ആക്കി വെച്ചു. ഇനിയും വേണം ഇതൊന്ന് ഏതെങ്കിലും ഒരു ഐറ്റമെങ്കിലും അങ്ങോട്ടേക്ക് ഗ്യാസിലോട്ട് വെച്ചിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ബാക്കി ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് നാളെ വൈകുമ്പോഴത്തേക്കേ എല്ലാവരും വന്ന് ചേരത്തുള്ളൂ. അപ്പോൾ കേക്ക് കട്ടിങ്, ബിരിയാണി അതൊക്കെ നാളെ വൈകിട്ടാണ് ആക്കുന്നത്. പിന്നെ രാവിലെ മോനുണ്ട്, മോളുടെ ഹസ്ബൻഡ് ഇവിടെ ടെക്നോ പാർക്കിലാണല്ലോ, അവനിവിടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളൂ. അപ്പം നാളെ രാവിലെ മുതൽ ഓരോരോ വിഭവങ്ങൾ. ഉച്ചയ്ക്ക് ചോറും കറിയായിരിക്കും. വൈകിട്ടാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. ബാക്കി നാളെ മറ്റന്നാളായിട്ട് എല്ലാവരും അങ്ങ് പോകും. എല്ലാവർക്കും പോകണമല്ലോ, സ്കൂളിൽ ഓഫീസിൽ ഒക്കെ പോകണമല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളൊന്നും വരുന്നില്ല, വലിയൊരു മാത്രമേ വരുന്നുള്ളൂ. അപ്പം ശരി, നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ശരിയാക്കട്ടെ. 1 കിലോ ബീഫ് ക്ലീനാക്കി അതിനകത്തെ മെജോറിറ്റി ആയിട്ടുള്ള ചവ്വ കൊഴുപ്പ് ഒക്കെ മാറ്റി 1-2 പീസൊക്കെ 1-2 നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട്. നെയ്യുടെ കഷ്ണങ്ങൾ 2-3 എണ്ണമൊക്കെ ചേർത്ത് ബാക്കിയെല്ലാം ഒക്കെ അങ്ങ് മാറ്റി. അത് കിടക്കട്ടെ, അത് ജസ്റ്റ് നമുക്ക് എണ്ണയൊക്കെ കുറച്ച് മതിയല്ലോ. അപ്പോൾ ഇത് 1 കിലോ ബീഫിന് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ അല്പം കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് അടുപ്പിലോട്ട് ആക്കട്ടെ. അതിൽ നിന്ന് അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണും. ഓക്കെ.